വൃദ്ധമർദ്ദകയ്ക്ക് ഓർത്തഡോക്സ് സഭ വനിതാരത്ന പുരസ്കാരം നൽകുവാൻ സാധ്യത. പുറത്ത് നിലവിളക്കടുത്ത് അടിച്ച് മുറിഞ്ഞ് കൊല്ലാൻ വേണ്ടിയാണോ അടിക്കുന്നത്? ചാകാൻ വേണ്ടിട്ടാണോ കൊല്ലാൻ വേണ്ടിട്ടാണോ? എനിക്കൊന്നും അടിക്കും പിന്നെ ഞാൻ കൊച്ചുങ്ങളെ ഓർത്തു എനിക്ക് അടി കൊള്ളാമയ്യ. കൊല്ലം തേവലക്കരയിൽ പ്രമുഖ വൈദ്യൻ കുടുംബത്തിലെ അംഗമായ കിഴക്കേ വീട് നടുവിലക്കര ബെന്യാം വൈദ്യൻ മകൾ 80-കാരിയായ ഏലിയമ്മ വർഗീസ് എന്ന വൃദ്ധയെ +2 അധ്യാപികയായ മരുമകൾ ഉപദ്രവിച്ച സംഭവത്തിൽ കൊലപാതക ശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്ത് കൊല്ലം ചവറ തെക്കുംഭാഗം പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. മാത്രമല്ല സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും സ്വമേധയാ കേസെടുത്തു. കൊല്ലം ജില്ലാ പോലീസ് മേധാവി 7 ദിവസത്തിനകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ അംഗം VK ബീനാകുമാരി ആവശ്യപ്പെട്ടു. 1338/2023 ക്രൈം നമ്പറായി രജിസ്റ്റർ ചെയ്ത FIR-ൽ 294B, 323, 324, 506, 308 ഉൾപ്പെടെയുള്ള ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കേസിൽ പ്രതിയായ മരുമകൾ മഞ്ജുമോൾ തോമസിനെ ഇന്ന് ഉച്ചകഴിഞ്ഞ് കോടതിയിൽ ഹാജരാക്കി 14 ദിവസത്തേക്ക് റിമാൻഡിൽ വിട്ടു. മർദ്ദനത്തിൽ അമ്മ ഏലിയമ്മ വർഗീസിന്റെ കൈകാലുകൾക്ക് മാരകമായ മുറിവേറ്റിട്ടുണ്ട്. ആയുധങ്ങൾ ഉപയോഗിച്ചും അല്ലാതെയും മർദ്ദിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. ചവറയിലെ ലൂർദ് മാതാ ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 അധ്യാപികയായിരുന്ന 37-കാരിയായ മരുമകൾ മഞ്ജു തോമസ് ആണ് പ്രതി. ചെറിയ കുട്ടികളുടെ മുന്നിലിട്ടാണ് ഇവർ അമ്മയെ മർദ്ദിച്ചത്. 6.5 വർഷമായി മരുമകൾ മർദ്ദനം തുടരുകയാണെന്നാണ് ഏലിയമ്മ പറയുന്നത്. വൃത്തിയിലെന്ന് പറഞ്ഞായിരുന്നത്രേ മർദ്ദനം. വീട്ടിൽ പൂട്ടിയിടുമെന്നും മകൻ ജെയ്സിനെയും മർദ്ദിക്കുമെന്നും ഏലിയമ്മ പറയുന്നു. മർദ്ദനമേറ്റ് നിലത്ത് വീണാലും ചവിട്ട് തുടരും. മഞ്ജുവിന്റെ മക്കൾ 2 പേരും ഇപ്പോൾ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ സംരക്ഷണയിലാണെന്നും ഏലിയമ്മ വർഗീസ് ITV ന്യൂസിനോട് പറഞ്ഞു. പ്രമുഖ മാറാബോ തീർത്ഥാടന കേന്ദ്രമായ തേവലക്കര സെയിന്റ് മേരീസ് ഓർത്തഡോക്സ് ഇടവകാംഗമാണ് അറസ്റ്റിലായ മഞ്ജുമോൾ തോമസ്. ഇക്കഴിഞ്ഞ 13-ാം തീയതി വൈകിട്ട് 5 മണിക്ക് ഇവരുടെ വീട്ടിലെ ഹാളിൽ വെച്ചായിരുന്നു 83-കാരിയായ ഏലിയമ്മ വർഗീസിനെ ക്രൂരമായി മഞ്ജുമോൾ തോമസ് മർദ്ദിച്ചത്. ആ ദൃശ്യങ്ങൾ കാണുക. Your best friend is here with all new episodes. Here 14. Over 50 new exciting stories and lots of fun. Okay, good 14 or beyond Moon Kids. Download now. On next media. Okay. Sorry. ഞാൻ പോയി കിടക്കുക. അടിയുണ്ടാക്കാൻ ഞാൻ പോയി. എന്തിനാ അടിക്കുന്നത്? നിങ്ങളുടെ വീട്ടിലേക്ക് ഇരിക്കുന്നത്? വീട്ടിലേക്ക് വെള്ളം കിട്ടിയത്. ഏത് സ്റ്റേഷനിൽ പോകണം? പരാതി കൊടുക്കണം. എല്ലാം ചെയ്യുന്നു. അമ്മ എവിടെ ഇരിക്കും? കസേര കൊണ്ടാക്കണ്ട. ഞാൻ ഇപ്പൊ എടുത്തേച്ചു വരട്ടെ. ഇരുവരുടെയും 2ാം വിവാഹമായിരുന്നു ഇത്. വിവാഹം കഴിഞ്ഞ അന്നു മുതൽ തന്നെയും മകനെയും മരുമകൾ മർദ്ദിക്കുമായിരുന്നു എന്ന് ഏലിയമ്മ പറഞ്ഞു. ഈ വാർത്ത പുറംലോകം അറിയുവാൻ കാരണം കുടുംബസുഹൃത്തായ പോലീസുകാരൻ അടൂർ ആംഡ് പോലീസ് ബറ്റാലിയൻ 3-ലെ ഹവിൽദാരായ ശ്യാംകുമാർ K
കുറിപ്പ് ശേഖരിച്ച് പുറത്തുവിട്ട വീഡിയോ മൂലമാണ്. ഭർത്താവ് ജെയ്സിന്റെയും അമ്മ ഏലിയാമ്മയുടെയും ശരീരം മുഴുവൻ അടികൊണ്ട പാടുകളാണ്. പലപ്പോഴും ഇവരെ മുറിയിൽ പൂട്ടിയിടുകയും വീട്ടിൽ നിന്ന് പുറത്താക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് നാട്ടുകാർ പറഞ്ഞു. തിരിച്ചു പ്രതികരിച്ചാൽ ഭർത്താവിനെതിരെ വനിതാ കമ്മീഷനിലും പോലീസിലും പരാതി നൽകുമെന്നാണ് ഭീഷണിയെന്നും ശ്യാംകുമാർ പറഞ്ഞു. കുട്ടികളെ ഉപദ്രവിക്കുന്നത് കൊണ്ട് ആദ്യം ജോലി ചെയ്തിരുന്ന ഹോളി ട്രിനിറ്റി സ്കൂളിൽ നിന്നും മഞ്ജുമോളെ പുറത്താക്കിയതാണ്. ജെയ്സ് തന്നെയാണ് പിന്നീട് ലൂർദ് മാതാ സ്കൂളിൽ ജോലി വാങ്ങി നൽകിയത്. മഞ്ജുമോൾക്ക് സ്വന്തമായി കാറും വീട്ടിൽ ജോലിക്ക് ആളെയും മറ്റ് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തിട്ടുണ്ട്. എന്നാലും സ്വത്തിനോടുള്ള ആർത്തിയാണ്. ഭർത്താവിനെ മുൻപ് കത്തികൊണ്ടെറിഞ്ഞ് ഗുരുതരമായ പരിക്കേൽപ്പിച്ചിരുന്നു. ഭർത്തൃമാതാവിന്റെ ചികിത്സയ്ക്കായി അവരുടെ അക്കൗണ്ടിൽ നിന്നെടുക്കുന്ന പണം മഞ്ജുമോൾ എടുത്തുകൊണ്ടു പോകും. നിരന്തരമായ പ്രശ്നങ്ങൾ കൊണ്ട് ജെയ്സ് ആത്മഹത്യക്ക് വരെ ശ്രമിച്ചിട്ടുണ്ടെന്നും വീട്ടിൽ ജോലിക്ക് വരുന്ന സ്ത്രീ കണ്ടതുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടതെന്നും ശ്യാംകുമാർ ITV ന്യൂസിനോട് പറഞ്ഞു. ഇനി അയൽവാസിയും പോലീസ് ഉദ്യോഗസ്ഥനുമായ ശ്യാമസ് കുറുപ്പിന്റെയും അയൽവാസികളുടെയും അഭിപ്രായം നമുക്ക് കാണാം. മെനഞ്ഞാന്ന് രാത്രിയിൽ ഈ ചെറുപ്പക്കാരൻ ഇവിടെ ഹസ്ബൻഡിനെ ഇവിടെ പുറത്താക്കിയിട്ട് ഈ സാധനങ്ങളെല്ലാം വലിച്ചു വെളിയിലിറക്കിയിട്ട് കഥ അടച്ച് പുറത്താക്കി. അന്ന് ഞങ്ങൾ ക്ഷമിച്ച്. ഇന്നലെ ഞാൻ ആ പയ്യനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് തിരിച്ചു വരുമ്പോഴാണ് ഈ അമ്മയെ അവളെ എടുത്തിട്ട് ഉപദ്രവിച്ച് ആ വീട്ടിലെ കഥവും ജനലും എല്ലാം അവിടെ ചവിട്ടി ഇളക്കി. നിങ്ങൾ അതോടെ വീഡിയോ എടുക്കണം. ചവിട്ടി ഇളക്കി അവിടുത്തെ സാധനങ്ങൾ എല്ലാം അടിച്ചു പൊട്ടിച്ചതിന് ശേഷം ഈ ഓപ്പൺ ഷൂ വെച്ചിട്ട് ആ കാലെ ചവിട്ടി നഖ ഇളകിയിട്ടുണ്ട്. പിന്നെ ക്രിസ്മസ് ട്രീയുടെ അടിവശത്തെ കമ്പി വെച്ചാണ് അവരെ അടിച്ചത്. അത് അവർ കയ്യെ തടഞ്ഞപ്പോഴാണ് കൈക്ക് മുറിവുണ്ടായത്. ഈ നിൽക്കുന്ന സാഹചര്യം ഞങ്ങൾ ഹോസ്പിറ്റലിൽ വരുമ്പോൾ കാണുന്നത് ഇവരെ വെളിയിലാക്കി കഥ അടച്ചിട്ട് ഇവർ റോഡിൽ നിൽക്കുകയാണ് കരഞ്ഞുകൊണ്ട്. ആ സാഹചര്യം ഞങ്ങൾ പോലീസുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് സ്പോട്ടിൽ വന്നു. ഞങ്ങൾ കാറിനകത്ത് സ്റ്റേഷനിൽ അവരെ കൊണ്ടുചെന്ന് കാര്യം ബോധ്യപ്പെടുത്തിയിട്ട് ചൂണ്ടലമുക്ക് ആശുപത്രിയിൽ കൊണ്ടുവന്ന് അവർക്ക് വൈദ്യസഹായം കൊടുത്തിട്ട് ഞങ്ങൾ പരാതി ഫോർവേഡ് ചെയ്തു. ഇവര് ക്രിമിനൽ മെന്റാലിറ്റിയുള്ള സ്ത്രീയാണ്, ഡബിൾ MA കാരിയാണ്, ഇവിടുത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ലൂർദ് മാതയെ പഠിപ്പിക്കുകയാണ്. ഇവര് നോർമലല്ല. അതിനുശേഷം ഞങ്ങൾ ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്ന സമയത്ത് ഈ കഥ അടച്ചതിന് ശേഷം ഈ തള്ളെ മോനെ ഇവർ വീട്ടിൽ കയറത്തില്ല, ഈ സ്ത്രീ. അപ്പൊ ഞാൻ അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് നിങ്ങളുടെ കേസ് കൊടുക്കാനാണ് പറയുന്നത്. അവസാനം വീണ്ടും ഞങ്ങൾ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റേഷനിൽ നിന്ന് ആള് വന്ന് കഥ തുറന്നപ്പോൾ ഇവന്റെ മൂത്ത കുഞ്ഞ്, അതായത് ഇവിടെ മൂത്ത മോള് ഒരു 6 വയസ്സേ ഉള്ളൂ. അത് ഇറങ്ങി വന്ന ആദ്യം പോലീസുകാർക്ക് പറയാണ് അച്ഛന് അവളെ പീഡിപ്പിക്കുക, അവളെ പപ്പ അവളെ പീഡിപ്പിക്കുക, ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. എന്തോ ആ കൊച്ചിനെ പറഞ്ഞു പഠിപ്പിച്ച് ഈ ഇവരുടെ ഭർത്താവിനെ ജെയ്സിനെ അകത്താക്കാൻ വേണ്ടി അവൾ നടത്തിയ ഒരു ശ്രമമാണ്. അതിനുശേഷം പോലീസ് ഉദ്യോഗസ്ഥർക്ക് വസ്തുത മനസ്സിലായതുകൊണ്ട് അവരത് ഗവനിച്ചില്ല. അതിനുശേഷമാണ് ഇവരെ എനിക്കതൊരു കയറാൻ ഇവിടെ സംഭവിച്ചത്. ഇവിടെ ക്രിമിനൽ മെന്റാലിറ്റിയുള്ള സ്ത്രീയാണ്. ഒരു കാരണവശാലും ഇവിടെ വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ഒരു വീടെന്നുള്ള രീതിയിൽ വടക്കുണ്ടാകുന്ന സമയത്ത് ഇവന്റെ ഭാഗത്തുള്ള ചെറിയ മിസ്റ്റേക്കുകൾ അത് വീഡിയോ എടുത്ത് വെച്ചിട്ട് അവനെ വലിയ പ്രശ്നക്കാരായിട്ട് ചിത്രീകരിച്ചാണ് വെച്ചിരുന്നത്. പക്ഷേ ഈ വീഡിയോ എടുത്തത് ഞാനാണ്. ഇവരെ ഈ തള്ള ഇവന് ഉപദ്രവിക്കുന്നത്. അപ്പൊ ഈ വീഡിയോ ഉള്ള കാര്യം ഇവിടെ അറിഞ്ഞില്ല. ഇന്നലെ രാവിലെയാണ് ഈ സംഭവം നടക്കുന്നത്. അതിനുശേഷം ഈ ഇത്രയും വിഷയമായ സമയത്താണ് ആ വീഡിയോ ഉണ്ടായിട്ട് മാത്രമാണ് ഇതിപ്പോ കേസിലേക്ക് വന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ വീണ്ടും രക്ഷപ്പെട്ടത്. അമ്മയുടെ പേരെന്തോ? ലീലാമ്മ. സ്വന്തം പേര് പോലും അമ്മയ്ക്ക് പറയാനുള്ള ഓർമ്മ പോലും ഇല്ല. അവിടെ അമ്മ നിരന്തരം കഴിഞ്ഞ മാസങ്ങളായിട്ട്, ഈ കഴിഞ്ഞ ഒരു വീഡിയോ അല്ല കേട്ടോ, മാസങ്ങളായിട്ട് അമ്മയെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കേരള പോലീസ് ഈ അമ്മയെ ഉപദ്രവിച്ച ആ സ്ത്രീയെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലേക്ക് കൊണ്ടുപോയി പരമാവധി ശിക്ഷ മേടിച്ചു കൊടുക്കാൻ നമ്മുടെ തേവരക്കര പോലീസ് സ്റ്റേഷൻ, തെക്കുംഭാഗം പോലീസ് സ്റ്റേഷനിൽ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോ എന്തായാലും അവരെ ഒരിക്കലും ജാമ്യം കിട്ടാത്ത രീതിയിലുള്ള വകുപ്പുകൾ ചേർത്ത് വേണം ആ ക്രിമിനൽ ആയിട്ടുള്ള സ്ത്രീയെ അവരെ അകത്തിടാൻ വേണ്ടി. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതെ, കേരളത്തിലെ മനസാക്ഷിയെ മൊത്തം ഞെട്ടിക്കുന്ന തരത്തിലുണ്ടായ ഒരു വീഡിയോ ആണ്. ഞാനൊരു 6 മാസം മുമ്പ് ഈ വീടിന്റെ ഡോറ് കടന്നു വരുമ്പോ കാണുന്ന കാഴ്ചയെല്ലാം ഈ അമ്മയെ മർദ്ദിക്കുന്നതാണ്. ഒരു ദിവസം ഞാൻ കടന്നു വന്നപ്പോൾ അപ്പൊ തന്നെ പോലീസിനെ വിളിച്ചു. കവർ തെക്കുമ്പോ പോലീസ്, ഞാൻ ഇവിടുത്തെ സിപിഎമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറിയാണ്. ഞാൻ അപ്പൊ തന്നെ ഇവിടുത്തെ കവർ തെക്കുമ്പോ പോലീസിനെ വിവരം അറിയിച്ചു. അപ്പൊ തന്നെ പോലീസ് എത്തി. അപ്പൊ തന്നെ അവരെ വിളിച്ച് മധ്യസ്ഥ ശ്രമങ്ങൾ അയച്ചു. ഒരു കുടുംബ പ്രശ്നമല്ലേ, പരിഹരിക്കാൻ വേണ്ടി ശ്രമിച്ചു. നിരവധി തവണ പരിഹരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ നാളെ രാവിലെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യാം. അപ്പോൾ അവർക്ക് കിട്ടാവുന്നതിന്റെ പരമാവധി ശിക്ഷ അവിടെ കിട്ടിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ അമ്മയുടെ സംരക്ഷണം മകനാണ് കൊടുക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഈ അമ്മയ്ക്കാണ് ഈ സ്വത്തുക്കളെല്ലാം ഉള്ളത്. അമ്മ അനാഥയല്ല. അമ്മയെ നമ്മൾ ഒരു വയോജന കേന്ദ്രത്തിൽ കൊണ്ടുവിടേണ്ട ആളല്ല. കാരണം ലക്ഷക്കണക്കിന് രൂപയുടെ സ്വത്തിന്റെ അവകാശിയാണ് ഈ അമ്മ. അപ്പൊ ഈ അമ്മയാണ് ഇവിടെ താമസിക്കേണ്ടത്. അത് തന്നെയാണ് ഇന്ന് ഞാൻ പോലീസുകാർക്ക് പറഞ്ഞതും. ഈ അമ്മയെ ഇവിടെ ഇറക്കാൻ പാടില്ല. എന്റെ ഒരു ഒറ്റ ഡിസിഷൻ എന്ന് പറയുന്നത് മകനും മരുമകളും മക്കളും ഇവിടെ ഇറങ്ങുക എന്നുള്ളതാണ്. നാട്ടുകാരെല്ലാം അങ്ങനെ തന്നെ നിൽക്കുന്നത്. അപ്പോ ഈ അമ്മ ഇവിടെ താമസിക്കുന്നു. അമ്മ ഇപ്പൊ മകൻ താമസിക്കുന്ന, തീർച്ചയായിട്ടും മകൻ ഇവിടെ താമസിക്കാം. പക്ഷെ ഈ പറയുന്ന മരുമകൾക്ക് ഇവിടെ താമസിക്കാനുള്ള അവകാശം ഈ ഒരു സംഭവം നിഷേധിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് മകൻ. വേറെ പറയാനുണ്ടല്ലോ.
കാക്ക കുരിപ്പ് ഞങ്ങള് കൂട്ടുകാരാണ്. ഞങ്ങൾക്ക് ഒരുപാട് വിഷമമുണ്ട്. ഇതിപ്പോ ഒത്തിരി അടി കിട്ടിയതിന് ശേഷമായിരിക്കും വെളിയിലോട്ട് വന്നത്. പിന്നെന്തുവാ അത് സുന്ദരികളിൽ സുന്ദരിയായിരുന്നു. ഇപ്പം ഈ കല്യാണം എന്ന് നടന്നു അന്ന് ഇങ്ങനെ ആഹാരവും സമയം എന്തോന്നും അറിയത്തില്ല, പാചകമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. പയ്യനെ കണ്ടില്ലേ? കണ്ടില്ലേ? എന്താ പ്രായമുണ്ട് അവന്റെ കോലം കണ്ടോ? ചത്തതിനൊക്കെ ജീവിച്ചില്ല. നേരത്തെ ഉപദ്രവിച്ചിട്ടില്ലയോ? എവിടൊക്കെ അടിച്ചത്? എവിടൊക്കെ അടിച്ച്? ചെകുറ്റിയില് കുത്തിപ്പിടിച്ചില്ല. അടുത്ത് നിലവിളക്കെടുത്ത് അടിച്ച് മുറിഞ്ഞ് കൊല്ലാൻ വേണ്ടിയാണോ അടിക്കുന്നത്? ചാകാൻ വേണ്ടിട്ടാണോ? കൊല്ലാൻ വേണ്ടിട്ടാണോ? മിക്കവാറും അടിക്കും. പിന്നെ ഞാൻ കൊച്ചുനാളെ ഓർത്തു. ആരുമില്ല. എനിക്ക് അടി കൊള്ളാമയ്യാ. എനിക്ക് തോന്നുന്നു ഇവർക്ക് മനസ്സിലൊന്നുമല്ല. കുഞ്ഞുങ്ങളുടെ കൈക്കാലം ആര് തല്ലി പിടിച്ചെന്ന് പറയുന്നത്? തല്ലി പിടിക്കാമല്ലോ. ഇങ്ങനെ ഇവരെ ചെയ്യാമെങ്കിലും അവരെന്താ ചെയ്തുകൂടാതെ? പിള്ളേർ പേടിച്ചിട്ട് പറയായിരിക്കും. സ്കൂളിൽ നിന്ന് അവരെ പുറത്താക്കണമെന്നാണ് പറയുന്നത്. സ്കൂളിൽ നിന്ന് തന്നെ അവരെ പുറത്താക്കണം. അല്ലെങ്കിൽ സ്കൂള് ആകെ വിഷയവും. സ്കൂളിന് ആകെ വിഷയവും. സ്കൂൾ അടിയന്തരമായിട്ട് തന്നെ ഇവരെ പിരിച്ചുവിടണം. ഇത് കോഴിക്കോട് സ്കൂളിലാണ് ഇവർ പഠിപ്പിക്കുന്നത്. നമ്മളത് വ്യക്തമായിട്ട് അറിഞ്ഞു. ഇവിടെ വന്ന് ഞങ്ങൾ ഫസ്റ്റ് തിരക്കത്തിലാണ്. പോലീസ് വന്നപ്പോൾ ആദ്യം വരുന്ന ഞാനും നജീം കളങ്ങരയും കൂടെ. നേരത്തെ ഇവിടുത്തെ പ്രദേശവാസികളെല്ലാം വന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു തുടങ്ങി. അതിന് ഞങ്ങൾ അവരെ ഒന്ന് കാണാൻ ചെന്നപ്പോൾ അവിടെ നമ്മുടെ അടുത്ത് പ്രതികരിച്ചത് വളരെ മോശമായിട്ടുണ്ട്. ഞങ്ങൾ ജസ്റ്റ് അവരെ കാണാനായിട്ട് ഈ അമ്മയുടെ റിപ്പോർട്ട് പോലീസുകാരുണ്ട്, പഞ്ചായത്ത് നമ്മുടെ പ്രദീപ് സാറുണ്ട്, പിന്നെ സാമൂഹ്യ പ്രവർത്തകരായ എല്ലാവരും വന്നിട്ടുണ്ട്, അയലത്തുകാരെല്ലാം ഉണ്ട്. നമ്മൾ ഇവരെ ജസ്റ്റ് ഒന്ന് കാണാനായിട്ട് ആ റൂമിലോട്ട് കയറുമ്പോൾ അവരുടെ പ്രതികരണത്തെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. വളരെ മോശമായിട്ടുള്ള ഇന്നലെ പിന്നെ ഈ വീട്ടിൽ താമസിക്കുന്ന ഈ അമ്മയുടെ ചേട്ടന്റെ കാര്യം നമ്മൾ പറയേണ്ട ആവശ്യമില്ല. കാരണം ഇപ്പോഴാണ് ഈ നാമകരണം. ഈ പോസ്റ്റ് ഞാൻ രാവിലെ കണ്ടപ്പം ഇവിടെ രാവിലെ ഒരു മുണ്ട് വെക്കുന്ന ഒരു സംഭവം കാണിച്ചു. ഇത് സഹിക്കാൻ പറ്റുമോ? പറഞ്ഞില്ല. ഈ വയോധികമായ ഈ സ്ത്രീയെ ആക്രമിച്ചിട്ട് അവർ ചെയ്തെന്തുവാ? അപ്പം എന്താണ് പറയേണ്ട മറുപടി? എന്തുവാ? ഞങ്ങൾ ഈ സംഭവം അറിയുന്നല്ല. ഞങ്ങൾ കുഞ്ഞാലും ഈ സംഭവം അറിയുന്നേ. ഇങ്ങനെ എന്റെ കൂട്ടുകാരനാ. ഇത് പണ്ടുപോലെ നമുക്ക് ഇത് ഇന്നുള്ള വിഷയങ്ങളല്ല. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ്. പല പ്രശ്നങ്ങളും നടന്നിട്ടുണ്ട്. ഇപ്പോഴാണ് ഇത് എല്ലാം ഓപ്പൺ ആയത്. പിച്ചക്കാരിയൊന്നുമല്ല, കോടിക്കണക്ക് സ്വത്തുള്ള അങ്ങനെയുള്ള ഒരു അമ്മയാണ് ഈ മരുമോൾ ഇങ്ങനെ ചെയ്യുന്നത്. കോടിക്കണക്കിന് സ്വത്തുള്ള ഒരു വ്യക്തിയായിരിക്കും. എല്ലാത്തിനും ഇവിടെ ആരും വെച്ചു കൊടുക്കാൻ ആള് AC റൂമും മറ്റും എല്ലാം സന്നദ്ധമുള്ളതാണ്. ഒന്നിനും കൊടുക്കുന്നുണ്ട്. ഇത് ആ വീടിനകം വലിയ സംഭവം ഉണ്ടായത് താണ്ട് ഇവിടെ വെച്ചാണ്. ഇത് എവിടെ അടിച്ചു പൊട്ടിച്ചിട്ടേക്കുന്നത്? ഇവിടെ അമ്മ കിടക്കുന്ന മുറിയാണ്. ഇവിടുന്ന് ഈ ഡോറ് ചവിട്ടി പൊളിച്ചിട്ടേക്ക് കണ്ടില്ലേ? ഈ മുറിയില് ബാത്റൂം ഇല്ലാത്തതുകൊണ്ട് ഈ മുറിയിലെ ബാത്റൂം അതുകൊണ്ട് ഇവിടെ ക്ലോസ് ചെയ്തിട്ടേക്കും. ഈ വന്ധ്യവയോധിക സ്ത്രീ ബാത്റൂമിൽ പോകാൻ പറ്റുന്നില്ലെന്ന് പറയുമ്പോൾ ഉള്ള അവസ്ഥ ഒരുപാട് തവണ ഒരു കുടുംബ പ്രശ്നത്തിൽ നമുക്ക് ഇടപെടുന്നതിന് പരിധിയില്ലേ? അവസാനം ഞാൻ ഗതി കെട്ടിയാൻ പറയണേ, നിങ്ങളെ അമ്മയുടെ കാര്യം നിങ്ങളെ നോക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഒരു ദിവസം കണ്ട കാഴ്ച ഈ മകൻ അമ്മയെ വെടിയിരുത്തി മൂത്രം ഒഴിപ്പിക്കുന്നതാ. ഈ ഓർമ്മയില്ലാത്ത ഈ അമ്മ. അതാണ് ഇവിടുത്തെ സാഹചര്യം. ഈ വീടെല്ലാം അടിച്ചു പൊളിച്ചിട്ടേ. ആ അതെ അതെ, കോടിക്കണക്കിന് രൂപ ആസ്തിയുള്ള ആളാണ്. മുറിയാണ്. അതെ അതെ, അവരെ ഞാനൊരു ദിവസം കാണുന്ന കാഴ്ച നോക്കുക, ഇയാളെന്നെ വിളിച്ചിട്ട് ഞാൻ മരിക്കാൻ പോവാണെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ഈ റൂമിൽ തുറന്നു നോക്കുമ്പോൾ ഇയാൾ തൂങ്ങാൻ വേണ്ടി കയറി കഴുത്തിട്ടേക്കുക ഈ മകൻ. ഇവർക്ക് എങ്ങനെയും ഇവരെ മകനെ കൊന്നിട്ട് ആ സ്വത്ത് സ്വന്തമാക്കണം എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അവർക്ക് ആരോഗ്യം, അവരാരോഗ്യമില്ല. അപ്പൊ ഒന്ന് തിന്നുന്നത് പോലും
ഇതാണ് മോശം. സ്വത്ത് ഇല്ലായിരിക്കാൻ ഞാൻ കൊച്ചുമോളെ തങ്ങളെ എന്റെ അടുപ്പിൽ എന്തായാലും അമ്മയ്ക്ക് നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ എല്ലാരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, അമ്മയ്ക്ക് നല്ല ക്ഷീണം, ഈ ഉപദ്രവിച്ച നല്ല പരിക്കുകളെ പറ്റിയില്ലേ, അമ്മ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടെന്ന് ഒരു ചോദ്യം ചോദിക്കുന്നില്ല. ഇല്ല, ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി. ഇന്നലെ മൂന്നാം മാറ്റി അത് നല്ല തന്നെ ഇന്നലെ തൊട്ടേ ഇത്രയും പരിക്കായിട്ടിരിക്കുന്ന ആശുപത്രി കൊണ്ടുപോയി ട്രീറ്റ് ചെയ്യേണ്ട ഇന്ന് ജോലിക്കാരി വന്നില്ലാത്തതുകൊണ്ട് എന്നാൽ കൃത്യമായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റില്ല. ഞാൻ കൃത്യമായിട്ട് 4 നേരം ഓറസും കൊടുക്കുന്നുണ്ട്. 5ാമത്തെ നേരത്തെ ഓറസും മരുന്നുകളും എല്ലാം ഇപ്പൊ അകത്തൊന്നും ഇന്നലെ ഒന്നും ഉപദ്രവിച്ചു. അടിച്ചതും ഇടിച്ചതും തെണ്ടി മറിച്ചിട്ടതും ഒക്കെ എങ്ങനെ അവരെ ഒന്നും ചെയ്തില്ല. അതൊന്നും ഇവിടെ നടക്കുന്ന കേസുകൾ. കേസ് വിട്ടുപോയ ഭയങ്കര പ്രശ്നങ്ങളുണ്ട്. കേസ് വിഡ്രോൾ ചെയ്യാൻ ചേട്ടൻ വിചാരിച്ചത് ദൈവം തമ്പുരാൻ വിചാരിച്ചൊന്നും അറിയത്തില്ല. കേരള പോലീസ് വീഡിയോ നമ്മളെ തേവലക്കര സെയിന്റ് മേരീസ് ഓർത്തഡോക്സ് ഇടവാംഗമായ മഞ്ജു ഇടവകയിലെ മർത്തമറിയം സമാജം സജീവ പ്രവർത്തകയാണ് എന്നാണ് വിവരം. ഇടവകയെയും സഭയെയും കൂടുതൽ പ്രശസ്തമാക്കിയ പ്രവൃത്തി കണക്കിലെടുത്ത് മത്തായി മൂന്നാമന്റെ ഈ വർഷത്തെ വനിതാരത്നം അവാർഡ് മഞ്ജുമോൾ തോമസിന് തന്നെ ആയിരിക്കാനാണ് സാധ്യത. ഈ രാജാപ്പാർട്ട് വേഷവും കെട്ടി നടക്കുന്ന ഇവരുടെയൊക്കെ പ്രസക്തി എന്താണെന്നാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. ഇവൻ്റെയൊക്കെ കൂതാശകൾ കൊണ്ടും പ്രാർത്ഥനകൾ കൊണ്ടും കൂട്ടായ്മകൾ കൊണ്ടും എന്താണ് പ്രസക്തി? വലിയ പരിശുദ്ധനാണെന്ന് പറഞ്ഞ് പൂച്ചാണ്ടി വേഷമിട്ട് നടക്കുന്ന നിനക്കൊക്കെ നാണമില്ലേ? നിന്റെ ആത്മീയ മക്കൾ പെറ്റമ്മയെടുത്ത് തറയിലടിക്കുകയാണ്. ആരോടാണ് ഞാൻ ഈ പറയുന്നത്? കൊലക്കേസിൽ 1-ാം പ്രതി സ്ഥാനത്ത് എഫ്ഐആറിൽ പേരുള്ള ആളിനോടാണ് ഞാൻ ഈ പറയുന്നതൊക്കെ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.